ഈ ഹിജാബ് ഇട്ട് അല്ലെങ്കിൽ നിക്കാബ് ഇട്ട് നടക്കുന്നവരെപ്പോഴും സ്വാതന്ത്ര്യം ഇല്ലാത്തവരായിട്ട് ഒപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഐഡന്റിറ്റി ഇല്ലാത്തവരായിട്ട് കാണുന്ന ഒരു സമൂഹം ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്. അതായത് ഒരു സ്ത്രീ ഹാഫ് നേക്കഡ് ആയിട്ട് പുറത്തുകൂടെ പോയാൽ അവൾ അടിപൊളി, അവൾ ഹോട്ട്, അവൾ സെക്സി, അവൾ അപ്രിഷിയേറ്റ് ചെയ്യും. അതേ ഭാഗത്ത് മറ്റൊരു സ്ത്രീ തന്റെ ഭർത്താവല്ലാണ്ട് മറ്റാരും തന്റെ സൗന്ദര്യം കാണേണ്ടെന്ന് ഉറച്ച തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയാൽ അവൾ ഒപ്രസ്ഡ്. സൊസൈറ്റിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മോഡേൺ ടൈമിൽ, ഈ എക്സ്ട്രീം മേക്കപ്പിന്റെ ടൈമിൽ, ഈ ചൂടത്ത് തന്റെ ഭർത്താവല്ലാണ്ട് മറ്റാരും തന്റെ സൗന്ദര്യം ആസ്വദിക്കണ്ട എന്ന് വിചാരിച്ച് പടച്ചോന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ സ്ത്രീന്റെ ധൈര്യം ഒന്ന് ആലോചിച്ചു. ഈ പ്രോപ്പർ ഹിജാബ് അല്ലെങ്കിൽ നിക്കാബ് ഇട്ട് നടക്കുന്നവരെ പറ്റിയൊന്നും നമ്മൾ പറയലില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ചൂടത്തും ഇവർ ഹിജാബ് അല്ലെങ്കിൽ നിക്കാബ് ഒക്കെ ഇട്ട് നടക്കുമ്പോൾ ഇവരുടെ ഒരു ത്യാഗം. ഞാനൊക്കെ ഉച്ചക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഹിജാബ് അല്ലെങ്കിൽ നിക്കാബ് ഇട്ടവരൊക്കെ ഇങ്ങനെ കാണും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഈ ഒരു ബനിയൻ ഇട്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര ചൂട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, ഇവരെങ്ങനെ നടക്കുന്നത്. ഇവരുടെ ഒരു ത്യാഗം ആലോചിച്ച് നോക്കി. ഈ നട്ടുച്ചക്കും ഈ കവറപ്പ് ചെയ്ത് നടക്കുക. അപ്പൊ ഹിജാബ് ഇട്ട് അല്ലെങ്കിൽ നിക്കാബ് ഇട്ട് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും എതിർക്കും, പലരും സ്ട്രേഞ്ച് ആയിട്ട് നോക്കും. ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. എത്രത്തോളം എതിർപ്പ് വരുന്നുണ്ടോ അത്രത്തോളം മനസ്സിലാക്കാൻ നിങ്ങൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. ആൾക്കാർ ഇത് എതിർക്കാൻ കാരണം ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം അവർക്ക് കാണാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ കാരണമാവും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അവർക്ക് അറിയാത്തതുകൊണ്ടാവും. ഇത് എന്തിനിടണു, ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാവും. എല്ലാവരും റെസ്പെക്ട് ഒരേപോലെ ഡിസർവ് ചെയ്യുന്നുണ്ട്. അത് ഹാഫ് നേക്കഡ് ആയിട്ട് നടന്നാലും ഹിജാബ് ഇട്ട് നടന്നാലും റെസ്പെക്ട് ഒരേപോലെ ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേറെ രീതിയിൽ ഡ്രസ് ഇട്ട ഒരു സ്ത്രീയും ഹിജാബ് ഇട്ട സ്ത്രീയും ഒക്കെ ഒരേപോലെ തന്നെ റെസ്പെക്ട് ഡിസർവ് ചെയ്യുന്നത്. ഒരു ഹിജാബ് അല്ലെങ്കിൽ നിക്കാബ് ഇട്ടു എന്ന് വിചാരിച്ച ആ വ്യക്തി നല്ലതാവണമെന്നില്ല. അവരിലും നല്ലവരും ചീത്തവരും ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞത് അവരെ സ്ട്രേഞ്ച് ആയിട്ട് കാണണ്ട. ഡ്രസ്സിംഗ് കണ്ട് മാത്രം നമുക്കൊരു വ്യക്തിയെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു വിഭാഗത്തെ മാത്രം സ്ട്രേഞ്ച് ആയിട്ട് കാണുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത്.